ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് ഉച്ചയൂണിന് പറ്റി നല്ലൊരു തോരൻ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമുക്ക് ചേമ്പില തോരൻ വെക്കാം. അതിന് 2-3 തണ്ട് ചേമ്പില നമ്മൾ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായി വൃത്തിക്ക് കഴുകി നമുക്കതിൻ്റെ ചെറിയ നാര് പോലെയുണ്ട്, അതൊന്ന് വലിച്ചെടുത്ത് കളയാം. ഇത് പെട്ടെന്ന് വലിച്ചെടുത്ത് കളയാൻ കിട്ടും കേട്ടോ. ഓക്കെ, അതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അതായത് വലിയ കഷ്ണത്തോടുകൂടി തന്നെ നമ്മൾ മുറിക്കുമ്പോൾ ചിലപ്പോൾ അത് വല പോലെയായിട്ടിരിക്കും. അതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. പിന്നെ തണ്ടാണേലും നന്നായിട്ട് കൊത്തി അരിയാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കിട്ടുവേ. അല്ലെങ്കിൽ 4ആയിട്ട് മുറിച്ച് അങ്ങനെയാണേലും നമുക്ക് അരിയാം. കണ്ടോ, ഇതുപോലെ ചെറിയ തണ്ടുകളാക്കി നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടാമതൊന്നും കൂടി ഇത് കാണിക്കുന്നത്, ഇങ്ങനെ മുറിച്ചെടുക്കുന്നതൊക്കെ. ഓക്കെ, അങ്ങനെ നമുക്ക് ഇലയും തണ്ടും എല്ലാം നമുക്ക് അരിഞ്ഞെടുക്കുക. ഇവിടെ നമ്മളിപ്പം ഇലയും തണ്ടും എല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. 2 കാന്താരി മുളക്, ഒരു 6-8 വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. ഇതൊരു 12 വെളുത്തുള്ളി ഉണ്ട്, ചെറുതാണ് കേട്ടോ. പിന്നെ ഒരു 3-4-5 ചുമന്നുള്ളി ഉണ്ട്, അത് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു 1.5 സ്പൂണ് തേങ്ങയും കൂടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്നതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങയും ചുമന്നുള്ളിയും കാന്താരിയും വെളുത്തുള്ളി എല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക്. ഒത്തിരി അരഞ്ഞു പോകരുത് കേട്ടോ, അന്നേരം ഇപ്പോൾ അത് കുഴഞ്ഞിരിക്കും. അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ എന്തോരമാണ് ഇല എടുക്കുന്നത് അതനുസരിച്ച് നമുക്ക് തേങ്ങയും പിന്നെ ചുമന്നുള്ളിയും കാന്താരിയും വെളുത്തുള്ളിയൊക്കെ അതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇനി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് ഒരു 3 വെളുത്തുള്ളി ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞു കൊടുക്കാം. ഓക്കെ, അതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് തീ കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. ചട്ടി ചൂടായി ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടട്ടെ, കരിഞ്ഞു പോകരുത് കേട്ടോ. നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കുക. കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചുമന്നുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചെറുതായിട്ട് ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്നോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന മിക്സാക്കി വെച്ചേക്കുന്ന നമുക്ക് ആ ഇലയുടെ കൂട്ടെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. ഓക്കെ, എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു ചെറിയ തീയിൽ വേവിച്ചാൽ മതി കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം.
ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കതൊന്ന് വേകാനായിട്ട് മൂടി വെക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ഇതാ ചേമ്പില തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം.